ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസീസ് ലിമിറ്റഡ് അഥവാ IREDA വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ചാർട്ട് ആദ്യം ഇത് പ്രൈസ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 500% ഒരു നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയിട്ടുണ്ട്. 522% നമുക്ക് ഓൾ ടൈം ഹൈ തന്നതിന് ശേഷം ആ ഒരു ഓൾ ടൈം ഹൈ ലെവലിൽ നിന്നും ഒരു 50 to 55% ഒരു ലോ ഉണ്ടാക്കിയതിന് ശേഷം നിലവിൽ ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് ആദ്യം ഈ സ്റ്റോക്ക് വന്ന ആ ഒരു ഹൈപ്പിൽ, ഒരു ഹെവി ഹൈപ്പോടിയിട്ട് വന്നതാണ് ഈ സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കേസാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇവിടെ വന്നൊരു കൃത്യമായിട്ടുള്ള ഒരു റിവേഴ്സൽ കാണിച്ചതെന്ന് വെച്ചാൽ, റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ചെറിയൊരു റിജക്ഷൻ ക്യാൻഡിൽ കാണിച്ചു. പക്ഷേ സ്റ്റോക്ക് അവിടെ വീണ്ടും വന്നിട്ട് ചെറുതായിട്ടൊന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയത്തോട് കൂടിയിട്ടാണ് മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നത്. ഈ ഹൈപ്പ് വന്നതിൻ്റെ ഒരു എഫക്റ്റാണ് ഇവിടെ കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അത് നല്ല അത്യാവശ്യം വോളിയത്തോടു കൂടി വന്നതുകൊണ്ട് തന്നെ ഇവിടെ അത്രയും പവറിലുള്ള ആ ഒരു ക്യാൻഡലിനെ ട്രാവലിങ്ങിനെ ഇവിടെ റെസിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു സെല്ലേഴ്സിന് പറ്റിയില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ സൈഡിൽ വന്നു വീണ്ടും അതേ ഒരു റേഞ്ചിലേക്ക് വന്നു, ഒരു സപ്പോർട്ട് എടുത്തു. അതിനുശേഷമാണ് ഒരു ഓൾ ടൈം ഹൈ നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഈ ഓൾ ടൈം ഹൈ തന്നതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 55 ലെവലിലേക്കാണ് താഴ്ന്നു പോയിരിക്കുന്നത്. ഈ 55% താഴെ വന്നിരിക്കുന്ന ആ ഒരു ലെവലിനെ നമ്മൾ ഇതുപോലൊരു ചെറിയ ഒരു സോണാക്കി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ സോണിലേക്ക് വന്നു, ഇവിടെ ടച്ച് ചെയ്തു, നേരെ തിരിച്ച് കയറിപ്പോയി. അതിനു മുന്നേ ഇവിടെ വന്നതിന് ശേഷം റിജക്ഷൻ ക്യാൻഡിൽ കാണിച്ചിട്ട് വീണ്ടും താഴെ പോയതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൊമെൻറ്റം ക്യാൻഡിൽ ഇവിടെ വന്നത്. ആ മൊമെൻറ്റം ക്യാൻഡിൽ ഈ പറയുന്ന ബോക്സിൻ്റെ കറക്റ്റ് ചുവട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റം ക്യാൻഡലിൻ്റെ ചുവട് ഒരു എന്താണ് ബൈയിങ് ഏരിയ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവത്തേങ്ങളും കൂട്ടിച്ചേർത്തിട്ട് ഒരു സോണാക്കി വരയ്ക്കാൻ കാര്യം. അതിനുശേഷം നേരെ ഇതേ ലെവലിലേക്ക് തന്നെ വീണ്ടും പ്രൈസ് വന്ന ശേഷം റിജക്റ്റ് ചെയ്ത് നേരെ തിരിച്ച് കയറിപ്പോയി. അതിനുശേഷം വീണ്ടും അതേ റേഞ്ചിലേക്ക് വന്നു. പ്രൈസ് അതിനുശേഷം തൊട്ട് മുകളിലാണെങ്കിൽ പോലും അവിടെ ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 185 ലെവലാണ്. 180 to 85 ലെവലിലാണ് അടുത്ത റെസിസ്റ്റൻസ് നിൽക്കുന്നത്. അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 234 റേഞ്ചും മൂന്നാമത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ലെവലാണ്. അതായത് ഏകദേശം 310 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ പ്രൈസ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക്, പ്രൈസ് നിൽക്കുന്ന ഇപ്പോഴത്തെ സ്റ്റേജിൽ നിന്നും ഫസ്റ്റ് റെസിസ്റ്റൻസിലേക്ക് ഏകദേശം 20% നമുക്ക് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റിലേക്ക് 25%, തേർഡ് ടാർഗറ്റിലേക്ക് നമുക്ക് ഏകദേശം ഒരു 30% നിലവിലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഇതെല്ലാം പ്രതീക്ഷകളും നമ്മളുടെ പഠിക്കാനുള്ള, അല്ലെങ്കിൽ റെക്കമെൻഡേഷനായിട്ട് എടുക്കാതെ പഠിക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ അനാലിസിസ് എന്ന രീതിയിൽ മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓൾ ടൈം ഹൈയെ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ലെവലുകളെ എല്ലാം കൂടെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും, ഞാൻ ഇതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടാൻ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് കിട്ടി. ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതിൻ്റെ വോളിയം അത്യാവശ്യമുണ്ട്. പക്ഷേ സെല്ലേഴ്സ് അവിടെ ആക്റ്റീവായി നേരെ തിരിച്ച് കൊണ്ടുവന്നെങ്കിൽ പോലും അവിടെ ചെറിയൊരു കൺസോളിഡേഷൻ ഫേസിലേക്ക് സ്റ്റോക്ക് കയറുകയും, എന്നാൽ ഇവിടെ ഈ കൃത്യമായിട്ട് ആ ട്രെൻഡ് ലൈനിൽ തന്നെ വന്നിട്ടൊരു ചെറിയൊരു റിജക്ഷൻ ക്യാൻഡിൽ ടൈപ്പിലാണ് നിൽക്കുന്നത്. എന്നാൽ റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല, വോളിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ. എന്തായാലും ഈ ഒരു റേഞ്ച് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ ഈ റേഞ്ചിനെ പ്രത്യേകമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ മുകളിലേക്ക് കയറി പോകാം. എൻ്റെ വെറും സാധ്യതകളും എൻ്റെ വെറും ഒരു അനുമാനവും മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു ബൈയിങ് അല്ലെങ്കിൽ സെൻഡിങ് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ നിലവിൽ ROC എന്ന് പറയുന്നത് 9.3, ROE 18%. സ്റ്റോക്കിൻ്റെ P 24, ഇൻഡസ്ട്രിയൽ P 23. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 31.5, പ്രോഫിറ്റ് ഗ്രോത്ത് 19%. ഇതിൻ്റെ EPS വാല്യുവേഷൻ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇപ്പോൾ ഒരു അണ്ടർവാല്യൂഡ് ലെവലിലേക്ക് നീങ്ങിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തെ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത സമയത്ത് നേരെ ആ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു പ്രൈസ് ഇവിടെ കയറിപ്പോയ ആ ഒരു കയറ്റമാണ് ഇവിടുത്തെ EPSോട്ട് യാതൊരു ബന്ധവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇതൊരു ഓവർ വാല്യൂഡ് എന്ന രീതിയിലാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യപ്പെട്ടത്. അതിനുശേഷം EPS ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്
ഭയങ്കരമായിട്ട് ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ അതേ സമയത്ത് തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് വീണ്ടും ഒരു കറക്ഷനിലേക്കാണ് ഇവിടെ കയറി വന്നത്. ആ കറക്ഷൻ മോഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് EPS കയറി, പക്ഷേ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇറങ്ങിയതുകൊണ്ടാണ് ഒരു അണ്ടർ വാല്യൂഡ് അല്ലെങ്കിൽ മീഡിയന് താഴെയുള്ള ഒരു വാല്യുവേഷനിലേക്ക് സ്റ്റോക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ 31 ഇതിൻ്റെ 5 വർഷത്തെ മീഡിയൻ. അതിന് താഴെ അതായത് 23 ഇപ്പോൾ മീഡിയൻ ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇപ്പോൾ ഒരു അണ്ടർ വാല്യൂഡ് എന്നൊരു കാറ്റഗറിയിലേക്ക് ആണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. എന്തായാലും സ്റ്റോക്കിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് ചാർട്ട് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് ഞാനിപ്പം എടുത്തത് തന്നെ. എന്തായാലും ഇത് ബൈയിങ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ചാർട്ട് അനാലിസിസ് നോക്കുക, ചാർട്ട് പഠിക്കുക, ബാക്കിയുള്ള സ്റ്റോക്കിനെ കുറിച്ചൊരു പേഴ്സണൽ വ്യൂ പറയുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ആരും ഒരു ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് റെക്കമെൻഡേഷൻ എടുക്കരുത്. താങ്ക് യു.